എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ്. അതിനായിട്ട് ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി ഒരു 5 മണിക്കൂർ കുതിരാനായിട്ട് വയ്ക്കാം. കുതിർന്നതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്ത് അതിലേക്ക് അര ഗ്ലാസ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം. വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പച്ചരിയുടെ ചോറാണെങ്കിൽ നല്ല കളർ കിട്ടും നമുക്ക് ഉണ്ടാക്കുന്ന അപ്പത്തിന്. പിന്നെ അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും കൂടെ ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. തേങ്ങ, ചോറ്, കുതിർത്ത അരി ഇത് മൂന്നും കൂടെ മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാം. അരയ്ക്കാനായിട്ട് ഒരു അര ഗ്ലാസ് തേങ്ങാവെള്ളം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് ഞാൻ ചേർക്കുകയാണ്. ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ മുഴുവൻ അരയ്ക്കാനും തേങ്ങ എടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇതിന് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം. നല്ല മയത്തിലിത് അരച്ചെടുത്തിട്ടുണ്ട്. തരികളൊന്നുമില്ലാതെ അരച്ചു. ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മാവിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഷുഗർ കൂടെ നമുക്കിതിനോട് ആഡ് ചെയ്യാം. നമുക്കൊരു നല്ല ടേസ്റ്റൊക്കെ കിട്ടാനായിട്ട് വേണം. നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. ഞാൻ ചേർക്കാറുണ്ട്. അത് ചേർക്കുമ്പോൾ നല്ലൊരു ഇത് കിട്ടും, ടേസ്റ്റ്. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതിനെ അങ്ങ് ഓവർനൈറ്റ് ഫെർമെൻറ്റേഷനായിട്ട് വയ്ക്കാം. നെക്സ്റ്റ് ഡേ രാവിലെ നമുക്കിനി ഇതിനൊരു തക്കാളി കുറുമയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ചീനച്ചട്ടിക്കകത്ത് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനെ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം ചേർത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പൂ ഒന്നും ഇവിടെ അത്ര മസാല ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങളങ്ങനെ ചേർക്കാറില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും ചേർത്ത് കഴിഞ്ഞാൽ. അതിൻ്റെ കൂടെ 2 ചെറിയ സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതിനൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി ഒരു 3 കഷ്ണം വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചവാസനയൊക്കെ മാറുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് കുറച്ച് ഞാൻ ചേർക്കുന്നത്. മുളകും ചേർത്ത് ഒന്നുകൂടെ വഴറ്റുക. ഒരു 2 കരിവേപ്പില, അതിലേക്ക് 2 ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. നല്ലപോലെ പഴുത്ത തക്കാളി 2 ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്തു. മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. വീണ്ടും നമുക്കിതെല്ലാം കൂടി ചേർത്ത് നല്ല സോഫ്റ്റായിട്ട് ഇന്ന് വരേക്കും വഴറ്റാം. ഇത് കുറച്ച് വെച്ചാൽ അതല്ലെങ്കിൽ കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യത്തില്ലേ. തക്കാളി നന്നായിട്ട് വെന്ത് വരുന്ന വരേക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച്, തക്കാളി പെട്ടെന്ന് ഇത്രയും വഴറ്റിയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലേക്ക്
ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിള വരണം. അതിനെ അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പം നമുക്കതിനുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. ഒരു അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 4-5 കഷ്ണം കശുവണ്ടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും, കൊഴുപ്പും കിട്ടും ഇത് ചേർക്കുമ്പോൾ. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച്, ഇത് കുറച്ച് തിക്കായിട്ട് ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ചപ്പാത്തിക്കൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ തിക്കായിട്ടാവും, അപ്പത്തിന് കുറച്ച് ലൂസായാലും കുഴപ്പമില്ല. ഉപ്പൊക്കെ ഒന്ന് പാകമാണോ എന്ന് ഈ സമയത്ത് നോക്കണം. ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിനിയൊന്ന് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, ഞാൻ കുറച്ച് ഉപ്പ് കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല ഇതിനൊന്ന് കുറുകി വരുമ്പോൾ എന്താ ടേസ്റ്റ് ആയിരിക്കും എന്നറിയാം. നമ്മളെന്ന് ഈ പൊട്ടറ്റോ കറിയൊക്കെ മടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ, ഇഷ്ടപ്പെടും നിങ്ങൾക്കിത്. നല്ല ചോറിനും കൂട്ടാൻ കൊള്ളാം, നല്ലതാണ്. ഇതിനെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചൊരു 2-3 മിനിറ്റ് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കുക. ഒന്ന് കുറുകിയൊക്കെ വരും. അപ്പോൾ തേങ്ങായും ഇതുമെല്ലാം ആയിട്ട് കണ്ടില്ലേ, നന്നായിട്ട് ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് നമ്മുടെ തക്കാളി കുറുമ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച മാവ് കണ്ട നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടില്ല, നമ്മൾ അരച്ച് വെച്ചത് കുറച്ച് ലൂസായിട്ടൊക്കെ വരുന്നത്. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു ഗ്ലാസ് വെള്ളം കൂടെ അതിനതിലേക്ക് ചേർത്ത് നമുക്ക് എത്ര പാകമാണോ, നമ്മുടെ ഒരു പാകം ഉണ്ടല്ലോ കോരി ഒഴിക്കുന്ന രീതിയിൽ, ആ പാകം വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. അപ്പോൾ കറക്റ്റായി. നമുക്കിത് ദോശക്കല്ല് വെച്ച് ദോശക്കല്ല് ചൂടാക്കുമ്പോൾ അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണ തേച്ച് കൊടുക്കണ്ടല്ലോ. ഇഷ്ടമുള്ള വലിപ്പത്തിൽ നമുക്കിത് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിലെ ഹോൾസൊക്കെ അന്നേരം തന്നെ വന്നു തുടങ്ങിയല്ല. നിറയെ ഹോൾസൊക്കെ വന്നതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തീ കുറച്ച് വയ്ക്കണം ഈ സമയത്ത്. ഇന്ന് വന്നേടെ അപ്പം നല്ല പഞ്ഞി പോലെയുള്ള അപ്പം തയ്യാറായിട്ടുണ്ട്. അതെടുത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സൂപ്പറാണ് കേട്ടോ. ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. വളരെ സോഫ്റ്റാണ്, നല്ല കളറുമുണ്ട്. ആ പച്ചരിയും തേങ്ങയും എല്ലാം അരച്ചിട്ടുള്ളത് കൊണ്ട് കളറുമുണ്ട്. അങ്ങനെ നമ്മളെ അപ്പം ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. കറി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. നല്ല സൂപ്പർ തക്കാളി കുറുമ ഇതുപോലെ തയ്യാറാക്കി. അപ്പം ഇന്ന് ഞാനുണ്ടാക്കിയ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ
ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയ അപ്പവും അതിൻ്റെ കൂടെ നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി കുറുമയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ വീണ്ടുന്ന വീഡിയോയൊക്കെ നിങ്ങൾക്ക് അപ്പോഴപ്പം ലഭിക്കുന്നതായിരിക്കും. അപ്പം അടിപൊളി ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.